Dear students, welcome back to microprocessor class. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 8085 ഇന്റേണൽ ആർക്കിടെക്ചർ പഠിച്ചു, അതായത് ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് മൈക്രോപ്രൊസസ്സറിൻ്റെ പിൻ ഡയഗ്രാംസ്, അതായത് പിൻ ഔട്ട് ഡയഗ്രാം. എന്താണ് ഓരോ പിൻസും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം 8085 ഇൻറ്റൽ മൈക്രോപ്രൊസസ്സറാണ്. 1977 അത് 8080 എന്നുള്ള മൈക്രോപ്രൊസസ്സറിനെ എൻഹാൻസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് 8085. അല്ല, 40 പിൻസ് ആണുള്ളത്. 20 പിൻസ് വൺ സൈഡിൽ, ദെൻ another 20 പിൻസ് ഓൺ നെക്സ്റ്റ് സൈഡ്, അതർ സൈഡ്. ഓക്കെ, 8085 യൂസസ് അപ്രോക്സിമേറ്റ്ലി 6500 ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് എ ക്ലോക്ക് സ്പീഡ് ഓഫ് മാക്സിമം 6 MHz. It contains 8-bit data bus and 16-bit address bus. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പം 8085 14 പിൻസ് ആണുള്ളത്. ഈ 14 പിൻസ് എന്തൊക്കെയാണ്, ഈ 14 പിന്നിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് എപ്പോഴൊക്കെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം പറയുമ്പോൾ ഇതിലുള്ള ഒരുവിധം പിൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോ ഫങ്ഷൻസും നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കേണ്ടത് ആ ഓരോ ഫംഗ്ഷനും ഇതിൽ ഏതൊക്കെ പിന്നാണ് യൂസ് ചെയ്യുന്നത്, ആ പിൻ നമ്പേഴ്സ് ഓർത്ത് വയ്ക്കുക. അങ്ങനെ 40 പിൻസും ബൈ ഹാർട്ട് ചെയ്യാനല്ല, ഇതിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിൻസ് ഉണ്ട്, അതിൻ്റെ എല്ലാം നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. ഓക്കെ, നമുക്കിത് ഇതേപോലെ ഇങ്ങനെ തന്നെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ അല്ലേ, ഓരോ പിൻസും ഇങ്ങനെ 1 by 1 ആയിട്ട് നോക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്. ആ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഫോർമാറ്റ് ഫിഗറാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു മൈക്രോ പ്രോസസ്സർ ചിപ്പിനകത്ത്, അല്ലെങ്കിൽ ഇനി ഏതൊരു ചിപ്പാണെങ്കിലും അതിൽ നമ്മൾ പിന്നിൻ്റെ കൗണ്ട് ചെയ്യുന്നത് 1 2 3 4 എന്ന് കൗണ്ട് ചെയ്യുന്നില്ല, അത് കൗണ്ട് ചെയ്യുന്നത് ഇങ്ങനെ ഒരു മാർക്ക് അതിൻ്റെ ടോപ്പിലുണ്ടാവും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് പിന്നിനെ 1 എന്ന് കൗണ്ട് ചെയ്യും. ഓക്കെ, അപ്പം 1 to 20 വരെയുള്ള പിൻസ്, ദെൻ 21 to 40 പിൻസ്, ഇങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് 20 and 40 ഈ രണ്ട് പിൻസും പവർ സപ്ലൈ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പിൻസാണ്. ഒന്ന് വോൾട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള, മറ്റൊന്ന് ഗ്രൗണ്ട് റെസിസ്റ്റൻസിനുള്ളതുമാണ്. 20 എന്നുള്ള പിൻ, അതായത് 20th പിന്നിനെയാണ് നമ്മൾ VSS എന്നാണ് അവിടെ ചെയ്തിരിക്കുന്നത്, ഗ്രൗണ്ട് റെഫറൻസിനുള്ള പിന്നും. ദെൻ 40th പിൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് 5 വോൾട്ട് പ്ലസ് 5 പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പിൻ ഡയഗ്രത്തെയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ് പിൻ നമ്പർ, പിന്നിന്. അതായത് ഒരേ ഫങ്ഷൻസ് വരുന്ന, അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് ഉള്ളതിന് ഓരോരോ കാറ്റഗറി, അങ്ങനെ 6 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ചില കേസുകളിൽ നമ്മൾ അതിന് വേണമെങ്കിൽ 9 ഗ്രൂപ്പ് വൈസ് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 6 ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബസ്, ദെൻ സെക്കൻഡ് ഡാറ്റ ബസ്, third control and status signals, then fourth power supply and clock signals, fifth one externally initiated signals, and sixth one serial input or output pins. അങ്ങനെ 6 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 6 ഗ്രൂപ്പിനെയാണ് ഇവിടെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അഡ്രസ് ബസ്സാണ്. അപ്പോൾ അഡ്രസ് ബസ് നിങ്ങൾക്കറിയാം A0 to A15 വരെയുള്ള 16 പിൻസാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്, അഡ്രസ് ബസ്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 16-bit അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ 16-bit എന്ന് പറയുമ്പോൾ 16-bit വാല്യൂസിനെ ആക്സസ് ചെയ്യാൻ പറ്റണം, അതിനുള്ള 16 പിൻസ്. ഓക്കെ, അപ്പോൾ ആ 16 പിൻ എന്ന് പറയുന്നത് പിൻ നമ്പർ 12 to 28 വരെയുള്ള പിൻസാണ്. അതിൽ 12 to 19, ദെൻ 21 to 28 ഇതാണ് അഡ്രസ് ബസ്സിൻ്റെ നമ്പേഴ്സായിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ അഡ്രസ് ബസ്സിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഹയർ ഓർഡർ ആൻഡ് ലോവർ ഓർഡർ ബസ്. അപ്പോൾ ഇതിൽ ലോവർ ഓർഡർ എന്ന് പറയുന്നത് 12 to 19, ദെൻ അതിന് നെക്സ്റ്റ് വരുന്ന 20 എന്നുള്ള പിന്നെ അഡ്രസ് ബസ് അല്ല. 20 എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്, 20 ഗ്രൗണ്ട് റെഫറൻസിനാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് A8 to 15, അതായത് 21 to 28 പിൻ. A8 to 15 എന്ന് പറയുന്ന ഹയർ ഓർഡർ. അപ്പോൾ ഇതിൽ ഹയർ ഓർഡർ എന്ന് പറയുന്നത് യൂണിഡയറക്ഷണലാണ്, ലോവർ ഓർഡർ എന്ന് പറയുന്നത് ബൈ ഡയറക്ഷണലാണ്. കാരണം ലോവർ ഓർഡർ, അതായത്
12 to 19 വരെയുള്ള പിൻസ് അല്ലെങ്കിൽ AD0 to AD7 വരെയുള്ള പിൻസിന് അഡ്രസ് ബസ്സായിട്ടും അതേപോലെ തന്നെ അതിനെ ഡാറ്റ ബസ്സായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. മൾട്ടിപ്ലെക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യം വരുന്നത് അഡ്രസ്സാണ്. അപ്പോൾ ആ ഫസ്റ്റ് ടൈമിൽ ലോവർ ഓർഡർ, അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയുന്നത് A0 to A7ലും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ്, അഡ്രസ്സിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്സ് എന്ന് പറയുന്നത് A8 to 15 വരെയുള്ള ബിറ്റുമായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, A8 to 15, അതായത് 21 to 28 വരെയുള്ള യൂണി ഡയറക്ഷനിലാണ്. These pins carry the higher order of address bus, the address sent from microprocessor to memory. These 8 pins switched to high impedance state during hold and reset mode. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹോൾഡ് ആൻഡ് റീസെറ്റ് മോഡ് എന്ന് പറയുമ്പം ഓൾറെഡി ഹോൾഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DMA കണക്ഷൻ ആയിരുന്നു. ആ സമയത്ത് അഡ്രസ് ആൻഡ് ഡാറ്റ ബസ്സുകൾ എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുക ചെയ്യണം അല്ലേ. അപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അത് ഹൈ ഇമ്പിഡൻസ് ട്രൈ സ്റ്റേറ്റിലേക്ക് അത് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി ദെൻ A0 to A7 വരെയുള്ള ബിറ്റ്സ് എന്ന് പറയുന്നത് ബൈ ഡയറക്ഷനലാണ്. ദിസ് പെൻ serves the dual purpose of transmitting lower order address and data byte. During first clock cycle, these pins act as a lower half of address. In remaining clock cycle, these pins act as data bus. The separation of lower order address and data done by address latch. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അഡ്രസ് ലാച്ച്, അതായത് ALE എന്നുള്ള ഈ ഒരു പിൻ ഉപയോഗിച്ചിട്ടാണ് ഇത് അഡ്രസ് ബസ്സിനാണോ യൂസ് ചെയ്യുന്നത് ഡാറ്റ ബസ്സിനാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ALE സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്രസ് ബസ്സിനായിരിക്കും. എൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഡാറ്റ ബസ്സായിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ. കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നലിനകത്ത് രണ്ട് കൺട്രോൾ സിഗ്നൽസ്, അതായത് രണ്ട് കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷന് വേണ്ടി പിൻ നമ്പർ 31 ആൻഡ് 32. ഓക്കെ, റീഡ് റൈറ്റ് ഓപ്പറേഷൻ. അപ്പോൾ ഇത് പറയുന്ന ലോ ആക്റ്റീവ് ആണ്, അതായത് 0 വാല്യൂ 32ൽ 0 വാല്യൂസ് വരികയാണെങ്കിലാണ് റീഡ് ഓപ്പറേഷൻ വരുന്നത്. ദെൻ 31നകത്തും അതേപോലെ 0 വാല്യൂ വരികയാണെങ്കിൽ റൈറ്റ് ഓപ്പറേഷനാണ് നടക്കുന്നത്. അപ്പോൾ അത് രണ്ട് ഈ ഒരു വാല്യൂ, അതായത് നമ്മളിപ്പോൾ നടക്കുന്ന വാല്യൂസ് എന്താണെന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീഡ് ഓപ്പറേഷൻ ആണോ റൈറ്റ് ഓപ്പറേഷൻ ആണോ എന്ന്. അപ്പോൾ ദ ലോ ഇൻഡിക്കേറ്റ് പിൻസ് ആണ് 31 and 32. അപ്പോൾ 31ൽ റൈറ്റ് ഓപ്പറേഷൻ ആൻഡ് 32ൽ റീഡ് ഓപ്പറേഷൻ. ഈ രണ്ട് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് വരുന്നത് 3 സ്റ്റാറ്റസ് സിഗ്നൽസ് ആണ്. S0, S1, IO bar M. അപ്പോൾ ഇതിൽ S0, S1 എന്ന് പറയുന്നത് 29 and 33 പിൻ. ആ 29th പിന്നും ആൻഡ് 33 പിന്നിലാണ് S0, S1 കാണിക്കുന്നത്. ദെൻ 34 എന്നുള്ള പിൻ IO bar M. അപ്പോൾ നമ്മൾ ഇപ്പോൾ, അതായത് അറ്റ് പ്രസൻറ്റ് മൈക്രോ പ്രൊസസ്സർ ഏത് പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏത് സൈക്കിളും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിഫറെൻറ്റ് സൈക്കിൾസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഏത് സൈക്കിൾ സിസ്റ്റത്തിൻ്റെ മെഷീൻ സൈക്കിൾ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ S0, S1, IO bar M bar എന്ന് പറയുമ്പോൾ IO/M bar എന്ന് പറയുന്ന സിഗ്നൽ, 34th സിഗ്നൽ ഉപയോഗിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർ മെമ്മറി എന്നാണ് അതിൻ്റെ മീനിങ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 34th പിന്ന് വാല്യൂ 1 ആണെങ്കിൽ നമുക്ക് നടക്കുന്ന റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസുമായിട്ടാണ്. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന വാല്യൂ 0 ആണെങ്കിൽ 34th പിൻ എന്ന് പറയുന്നത് ലോ ആക്റ്റീവ് ആണെങ്കിൽ അതിൻ്റെ മീനിങ് നടക്കുന്ന ഓപ്പറേഷൻസ് എന്തായിരിക്കും, മെമ്മറിയിലായിരിക്കും. ഓക്കെ, അപ്പം മെമ്മറിയിൽ എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നതെന്നുള്ളത് നമുക്കറിയണമെങ്കിൽ ഒരു ട്രൂത്ത് ടേബിൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നോക്കാം, S1 ആൻഡ് S0യുടെ വാല്യൂ 1 and 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് നടക്കുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓപ്കോഡ് ഫെച്ച് ആണ്. 1, 0 ആണെങ്കിൽ അവിടെ മെമ്മറി റീഡ് ആണ്, 0, 1 ആണെങ്കിൽ മെമ്മറി റൈറ്റ് ആണ്. അപ്പോൾ ഈ 3 ഓപ്പറേഷനും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, മെമ്മറിയിൽ നിന്നുള്ള. അതുകൊണ്ട് I/M bar എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത്
S1 and S0 വാല്യൂ 1 and 0 വരുമ്പം റീഡ് ഓപ്പറേഷൻ തന്നെയാണ്. ഇവിടെ IO bar M-ന്റെ വാല്യൂ 0 ആകുമ്പോൾ അത് മെമ്മറിയിൽ നിന്നായിരുന്നു. ഇവിടെ വാല്യൂ 1 ആയതുകൊണ്ട് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റീഡ് ഓപ്പറേഷൻ ആണ്. 0 or 1 എന്നാണ് വേണ്ടതെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റൈറ്റ് ഓപ്പറേഷൻ ആണ്. ദെൻ എല്ലാ വാല്യൂസും, അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എല്ലാം തന്നെ ഹൈ ലെവലിലാണെങ്കിൽ, ഹൈ പൊസിഷനിലാണെങ്കിൽ അത് ഇൻട്രപ്റ്റ് എക്നോളജ് ആണ് കാണിക്കുന്നത്. അതായത് പെർട്ടിക്കുലർ ഇൻട്രപ്റ്റ് വന്നു, അത് സിസ്റ്റം അത് എക്നോളജ് ചെയ്യുന്ന കേസാണ്. ദെൻ IO/M എന്ന് പറയുന്നത് ട്രൈ സ്റ്റേറ്റിൽ വരാം. ട്രൈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ലോ അല്ല ഹൈയും അല്ലാത്തൊരു സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ ഇമ്പിഡൻറ്റ് പൊസിഷനിലേക്ക് വരുന്നത്. അപ്പം ട്രൈ സ്റ്റേറ്റിലേക്ക് വരുമ്പം അതിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുന്നത് Z എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ്. അതിൽ Z എന്നുള്ള വാല്യൂവിന് നമ്മൾ പറയുന്ന ഒന്നുകിൽ ട്രൈ സ്റ്റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈ ഇമ്പിഡൻസ്. അപ്പോൾ ആ ഹൈ ഇമ്പിഡൻസിലാണ്. ദെൻ S1 and S0ൻ്റെ വാല്യൂസ് 0 ആണെങ്കിലും ഇപ്പോൾ ഉള്ള കറണ്ട് പൊസിഷൻ, മൈക്രോ പ്രോസസ്സറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോൾട്ടഡ് ആണ്, ഹോൾട്ട് പൊസിഷനിലാണ് വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഇതല്ലാതെ നമുക്ക് മറ്റൊരു ഒരു സ്പെഷ്യൽ സിഗ്നൽ കൂടിയുണ്ട്. ALE എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ സിഗ്നൽ യൂസ്, ഈ കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ALE യൂസ് ചെയ്യുന്നത്. ALE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ലാച്ച് എനേബിൾ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞു 12 പിൻ നമ്പർ 12 to 19 എന്ന് പറയുന്ന അഡ്രസ് ബസ്സായിട്ടും ഡാറ്റ ബസ്സായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കറൻ്റ്ലി അഡ്രസ് ബസ്സാണോ ഡാറ്റ ബസ്സാണോ, അല്ലെങ്കിൽ അഡ്രസ് ആ ഒരു പിൻസിനകത്തുള്ള വാല്യൂസ് എന്ന് പറയുന്ന അഡ്രസ്സിൻ്റെ ലോവർ വാല്യൂസ് ആണോ അല്ലെങ്കിൽ ഡാറ്റ കണ്ടന്റ് ആണോ എന്നകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എന്തിന് അനുസരിച്ചിരിക്കും? ALEയുടെ വാല്യൂവിന്. അപ്പോൾ ALE = 1 ആണെങ്കിൽ, അതായത് ALE ആക്റ്റീവ് ആണെങ്കിൽ അത് ഈ 12 to 19 വരെയുള്ള പിൻസിനകത്തുണ്ടാകുന്ന അഡ്രസ് വാല്യൂസ് ആയിരിക്കും. ഇൻആക്റ്റീവ് ആണ്, അതായത് അതിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ 12 to 19 വരെയുള്ള പിൻസിനകത്തുണ്ടാകുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാല്യൂസ് ഡാറ്റ വാല്യൂസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പവർ സപ്ലൈ ആൻഡ് ക്ലോക്ക് സിഗ്നൽസ്. പവർ സപ്ലൈ ആൻഡ് ക്ലോക്ക് സിഗ്നൽസിനകത്ത് വരുന്നത് പിൻ നമ്പർ 1 to 40, 20 ആൻഡ് ക്ലോക്ക് ഔട്ട്. ഇത്രയും സിഗ്നൽസ് ആണ് പവർ സപ്ലൈ ആൻഡ് ക്ലോക്ക് സിഗ്നൽസിനകത്ത് വരുന്നത്. അത്ര പിൻസ് ആണ്. ഇതെല്ലാം ക്ലോക്ക് ഔട്ട് എന്ന് പറയുന്നത് 37 ആണ് പിൻ നമ്പർ, ക്ലോക്ക് ഔട്ടിന്റെ പിൻ നമ്പർ വരുന്നത്. ഓക്കെ, then ഇതിൽ VCC ആൻഡ് VSS നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. VCC എന്ന് പറയുന്ന 40 പിൻ നമ്പർ 40 യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? 5 volt പോസിറ്റീവ് 5 volt പവർ സപ്ലൈ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും. VSS എന്ന് പറയുന്ന പിൻ നമ്പർ 20 യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് റെഫറൻസിന് വേണ്ടിയിട്ടുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, X1 ആൻഡ് X2 യൂസ് ചെയ്യുന്നത്, ഇപ്പം നമുക്കറിയാം ഒരു മൈക്രോ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന അവിടെ ഒരു ക്ലോക്ക് പൾസ് ഉണ്ട്. അപ്പോൾ ക്ലോക്ക് പൾസസിന് അനുസരിച്ചാണ് മൈക്രോ പ്രോസസ്സറിനകത്തുള്ള ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് ക്ലോക്ക് പൾസസിനാണ്. ഓക്കെ, ഈ ക്ലോക്ക് പൾസ്, അതായത് 8085 ക്ലോക്ക് പൾസസ് എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അത് ഈ 2 പിന്നിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് ഓസിലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഓസിലേറ്ററായിട്ട് ക്രിസ്റ്റൽ അല്ലെങ്കിൽ RC or LC നെറ്റ് ഓസിലേറ്റേഴ്സ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടുള്ള ക്ലോക്ക് പൾസസ്, ക്ലോക്ക് ഫ്രീക്വൻസിക്ക് വേണ്ടിയിട്ട് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് മൈക്രോ പ്രോസസ്സറിനകത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 MHz ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് 6 MHz ക്ലോക്ക് പൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ദ ഫ്രീക്വൻസി ഈസ് ഇന്റേർണലി ഡിവൈഡഡ് ബൈ 2. അതായത് നമുക്ക് ഇന്റേർണലി യൂസ് ചെയ്യുന്ന 3 MHz ആണ്, അതുകൊണ്ട് തന്നെ എക്സ്റ്റേണൽ ക്രിയേറ്റ് ചെയ്യുന്നത് 6 MHz ഫ്രീക്വൻസി ആണ്, ക്ലോക്ക് പൾസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ആ 6 MHz ക്ലോക്ക് പൾസിനെ ഇന്റേർണൽ ക്ലോക്ക് ജനറേറ്റർ 2 ഡിവൈഡ് ചെയ്തിട്ട് 3 MHz ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്ലോക്ക് പൾസസ് ആൻഡ് പവർ സപ്ലൈ ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓർക്ക് X1 ആൻഡ് X2 എന്ന് പറയുന്നത് ക്ലോക്ക് പൾസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ക്ലോക്ക് പൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ക്ലോക്ക് പൾസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ പ്രോസസ്സർ ഉപയോഗിച്ചുള്ള ഏതൊരു ഫംഗ്ഷനും എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ക്ലോക്ക് പൾസ് ആണ്. അപ്പോൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻസിനെല്ലാം
ഒന്നിലധികം ക്ലോക്ക് പൾസ് അതിനകത്ത് ആക്റ്റീവായിട്ടുണ്ടാവും. ഓക്കെ, externally initiated signals. Externally initiated signals ആയ ഒരു ഗ്രൂപ്പിനകത്ത് 5 interrupt signals and 3 externally initiated signals ആണ് വരുന്നത്. 5 interrupt signals എന്ന് പറഞ്ഞാൽ ട്രാപ്പ്, RST 7.5, RST 6.5 and 5.5 INTR. അതായത് പിൻ നമ്പർ 6 to 10 വരെയാണ് ഈ ഒരു interrupt signalsനെ കാണിക്കുന്നത്. അപ്പോൾ ഇൻട്രപ്റ്റ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഹയർ പ്രയോറിറ്റി ഉള്ള ഇൻട്രപ്റ്റ് ട്രാപ്പ് സിഗ്നൽ ആണ്. ദെൻ ലോവർ പ്രയോറിറ്റി വരുന്ന INTR ആണ്. RST 7.5, 6.5 and 5.5 ഇൻ മിഡിൽ പ്രയോറിറ്റീസ് വരുന്നത്. ഇതിൽ 7.5 ആണ് ഹയർ പ്രയോറിറ്റി. ദെൻ തേർഡ് പ്രയോറിറ്റി വരുന്ന 6.5 ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി 5.5 ആണ്. ഓക്കെ, അപ്പോൾ ട്രാപ്പ് എന്നുള്ളത് ഇറ്റ് ഈസ് എ നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. നോൺ മാസ്കബിൾ ഇൻട്രപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് പ്രോസസ്സറിന് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ ഡിസേബിൾ ചെയ്തിടാനും പറ്റില്ല. ഓക്കെ, ഹയർ പ്രയോറിറ്റി ഉള്ളതാണ്. ഇറ്റ് ഈസ് ബോത്ത് എഡ്ജ് ആൻഡ് ലെവൽ ട്രിഗേർഡ് ഇൻട്രപ്റ്റ് ആണ്. ദാറ്റ് മീൻസ് ട്രാപ്പ് സിഗ്നൽ മസ്റ്റ് ഗോ ഫ്രം ലോ ടു ഹൈ ആൻഡ് മസ്റ്റ് റിമൈൻ ഹൈ ഫോർ എ സർട്ടൈൻ പീരീഡ് ഓഫ് ടൈം. Trap is usually used for power failure and emergency shut-off. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സിസ്റ്റം ഷട്ട് ഓഫ് ചെയ്യുമ്പോഴും, അതായത് അതിൻ്റെ പ്രോപ്പർ വേലല്ലാതെ ഓൾട്ട് കൺട്രോൾ ഡിലീറ്റ് ഒക്കെ പ്രസ് ചെയ്തിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ സമയത്താണ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ട്രാപ്പ് സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ RST 7.5, 6.5 ഇതെല്ലാം ഹാർഡ്വെയർ ഇൻട്രപ്റ്റ്സ് തന്നെയാണ്. ഈ ഹാർഡ്വെയർ ഇൻട്രപ്റ്റിനകത്ത് ഇതിനോരോന്നിനും ഓരോ സിഗ്നൽസും ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും അതിൽ ഒരു ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടൈൻസ് എക്സിക്യൂട്ട് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് INTR എന്നുള്ള ഇൻട്രപ്റ്റ് യൂസ് ചെയ്യുന്നത് മാസ്കബിൾ ഇൻട്രപ്റ്റ് ആണ്. ഇറ്റ് ഹാസ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി ആൻഡ് INTR ഓൾസോ ലെവൽ ട്രിഗേർഡ് ഡിവൈസ്. ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് ഇൻട്രപ്റ്റ്. By general purpose, we mean that it can be used at a vector microprocessor to any specific subroutine having any address. അതായത് ഇപ്പം നമുക്ക് RST 7.5, 5.5 ഒക്കെ ആണെങ്കിൽ ഏത് സബ്റൂട്ടൈനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഡിഫൈൻഡ് ആയിരിക്കും. ആ മൈക്രോ പ്രോസസ്സർ ഡിസൈൻ ചെയ്യുന്നവരെല്ലാം അത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ദെൻ INTR എന്ന് പറയുന്ന ഇൻട്രപ്റ്റിൻ്റെ കേസിൽ ആ INTR എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് അഡ്രസ്സിലുള്ള സബ്റൂട്ടൈനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ളത് INTR അക്നോളജ്മെന്റ് കിട്ടിക്കഴിയുമ്പോൾ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ജനറൽ പർപ്പസ് ഇൻട്രപ്റ്റ് ആണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടിയിരിക്കുന്ന അഡ്രസ്സ് എവിടെയാണ് ഉള്ളതെന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് INTR പറയുന്നത്. ഓക്കെ, ദെൻ INTRന്റെ അക്നോളജ്മെന്റ് വരുന്നത് 11th പിന്നിലാണ്. INTA, ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രപ്റ്റ് അക്നോളജ്. ഇറ്റ് ഈസ് എൻ ഔട്ട്ഗോയിങ് സിഗ്നൽ. ഔട്ട്ഗോയിങ് സിഗ്നൽ ആണ്, അതായത് പ്രോസസ്സറാണ് ഈ സിഗ്നൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു INTRൽ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് റെസ്പോണ്ടിങ് ഒരു അക്നോളജ്മെന്റ് കൊടുക്കണം. ദെൻ അക്നോളജ്മെന്റ് കൊടുക്കുന്നത് ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. ആക്റ്റീവ് ലോ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നിൽ 0 വാല്യൂ ആണ് വരുന്നതെങ്കിൽ അത് ആക്റ്റീവാണ്. 1 വാല്യൂ ആണ്, 1 ആണ് അത് പിന്നിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ റിക്വസ്റ്റിന് നമ്മൾ പ്രോസസ്സർ അക്നോളജ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് എൻ ഔട്ട്ഗോയിങ് സിഗ്നൽ. ഇറ്റ് ഈസ് എൻ ആക്റ്റീവ് ലോ സിഗ്നൽ and low output on this pin indicates that microprocessor has acknowledged the INTR request. ഇവിടെ ലോ ഇൻപുട്ട് സിഗ്നൽ ആണ് വരുന്നത്, ഇൻപുട്ട് അല്ല, ലോ ഔട്ട്പുട്ട് സിഗ്നൽ ആണ് INTRൽ വരുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് മൈക്രോ പ്രോസസ്സർ INTR, അതായത് പിൻ നമ്പർ 10ലുള്ള റിക്വസ്റ്റിന് അക്നോളജ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെഡി, ഹോൾഡ് ആൻഡ് റീസെറ്റ് ഇൻ. റെഡി, ഹോൾഡ് ആൻഡ് റീസെറ്റ് ഇൻ എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽസ് ആണ്. ഓരോന്നിനും ഓരോരോ പർപ്പസ് ആണ് വരുന്നത്. ഇതിൽ റെഡി എന്നുള്ള സിഗ്നൽ യൂസ് ചെയ്യുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് എപ്പോഴാണോ ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡാറ്റ ട്രാൻസ്ഫറിന് റെഡി ആവുന്നത് അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. This pin used for synchronizing slower peripheral devices with the first microprocessor. A low value causes the microprocessor to enter into wait state. The microprocessor remains in wait state until the input at this pin goes high. അതായത് 35 എന്നുള്ള പിന്നിൽ ഹൈ
വാല്യൂ വരുന്നത് വരെ മൈക്രോ പ്രൊസസ്സർ എന്തായിരിക്കും, വെയിറ്റ് സ്റ്റേറ്റിലായിരിക്കും. അതായത് 0 ആണെങ്കിൽ നമ്മൾ ഏതൊരു പ്രോസസ്സാണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസിനകത്ത് ഇവിടെ റീഡ് ഓർ റൈറ്റ് കൺട്രോൾ സിഗ്നൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ, റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്നുള്ളത്. ദെൻ അതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഈ 34 പിൻ നമ്പർ 34-നകത്ത് അത് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് 34 എന്നുള്ളത് 1 ആയി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്നുള്ള റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ആ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസ് എന്തായിരിക്കണം, റെഡി ആവണം. ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ അത് റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ആ റെഡി ആവുന്നത് വരെ മൈക്രോ പ്രൊസസ്സർ എന്ത് ചെയ്യും, അത് വെയിറ്റിംഗ് സ്റ്റേജിലായിരിക്കും. അതായത് ഈ റെഡി എന്നുള്ള പിന്നെ പിൻ നമ്പർ 35-നകത്ത് റെഡി ആയിട്ടാണ് പിൻ നമ്പർ 35-ന്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ മീനിങ് ഇറ്റ്സ് ഓക്കെ. അതായത് നമുക്ക് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് റെഡി ആയിട്ടുണ്ട് കമ്മ്യൂണിക്കേഷന്. ഓക്കെ, നെക്സ്റ്റ് DMA സിഗ്നൽസ് ഹോൾഡ് ആൻഡ് HLDA പിൻ നമ്പർ 39 ആൻഡ് 38. പിൻ നമ്പർ 39 യൂസ് ചെയ്യുന്നത് സിസ്റ്റം ബസസിന്റെ കൺട്രോൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടും, HLDA പിൻ നമ്പർ 38 യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രൊസസ്സർ ഈ 39-ലൂടെയുള്ള റിക്വസ്റ്റിനെ അക്നോളജ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഓക്കെ, അപ്പൊ 39 എന്നുള്ളത് സിഗ്നൽ ഹൈ ആണെങ്കിൽ ഇത് മൈക്രോ പ്രൊസസ്സറിനുള്ളൊരു റിക്വസ്റ്റ് ആണ്. ദാറ്റ് ഇൻഡിക്കേറ്റ് അനദർ മാസ്റ്റർ ഈസ് റിക്വസ്റ്റിംഗ് ദ യൂസ് ഓഫ് ദ സിസ്റ്റം ബസ്. അതായത് മറ്റൊരു മാസ്റ്റർ ഈ ഒരു സിസ്റ്റം ബസ്സിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ DMA ഓപ്പറേഷൻ വരുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ മെമ്മറിയിൽ നിന്ന് എക്സ്റ്റേണൽ ഡിവൈസിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാം ആവശ്യത്തിനായിട്ട് യൂസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് DMA യൂസ് ചെയ്യുന്നത്. അതായത് മൈക്രോ പ്രൊസസ്സറിനെ ഒഴിവാക്കി ഡയറക്റ്റായിട്ട് മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഡയറക്റ്റായിട്ട് മെമ്മറി ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് DMA കൺട്രോളർ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മെമ്മറിയിൽ നിന്ന് DMA കൺട്രോളറിലേക്ക് ഡാറ്റ പാസ് ചെയ്യും. അവിടെ നിന്ന് എക്സ്റ്റേണൽ ഡിവൈസസിനകത്തേക്ക് ഡാറ്റ പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഹോൾഡ് എന്നുള്ള അതായത് പിൻ നമ്പർ 39-ൽ ഹൈ വോൾട്ടേജ് ആണ് വരുന്നതെങ്കിൽ അല്ലെ സിഗ്നൽ ഹൈ ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ പ്രോസസ്സർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സ് എന്താണോ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം HLDA സിഗ്നൽ ഹൈ ആക്കും. അതായത് 38-ൽ ഹൈ സിഗ്നൽ ആക്കും. അപ്പോൾ HLDA സിഗ്നൽ ഹൈ ആണെങ്കിൽ അതിൻ്റെ മീനിങ് ഈ സിസ്റ്റം ബസ്സിൻ്റെ കൺട്രോൾസ് DMAക്ക് പ്രൊവൈഡ് ചെയ്തു എന്നാണ്. ദെൻ സിസ്റ്റം ബസ് ഉപയോഗിച്ച് DMA ആണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്തൗട്ട് ദ യൂസ് ഓഫ് മൈക്രോ പ്രൊസസ്സർ ഓർ വിത്തൗട്ട് ദ ഇൻ്റർവെൻഷൻ ഓഫ് മൈക്രോ പ്രൊസസ്സർ അതിനുള്ളിൽ യൂസ് ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ഹോൾഡ് പിൻ മെയിൻലി യൂസ്ഡ് ടു റിക്വസ്റ്റ് ദ മൈക്രോ പ്രൊസസ്സർ ഫോർ DMA transfer. A high signal on this pin is a request to the microprocessor to relinquish the hold on buses. This request comes from DMA controller. ഇവിടെ DMA കൺട്രോളർ ആയിട്ട് യൂസ് ചെയ്യുന്നത് Intel 8257 and 8237 ചിപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ HLDA stands for Hold Acknowledge. The microprocessor uses this pin to acknowledge the receipt of hold signal. When hold signal goes high, address bus, data bus, and read, write, and I/M pins become tri-stated. This means they are cut off from external environment. The control of these buses goes to DMA controller. Control remains at DMA controller until the hold becomes high. When hold goes low, the HLDA also goes low and the microprocessor takes control of the buses. അതായത് ഹോൾഡ് സിഗ്നൽ എപ്പോഴെല്ലാം ഹൈ ആണോ ആ സമയത്ത് HLDA സിഗ്നലും എന്തായിരിക്കും, അതായത് മൈക്രോ പ്രൊസസ്സർ എക്നോളജി ചെയ്ത് കഴിഞ്ഞാൽ HLDA സിഗ്നലും ഹൈ ആയിട്ട് നിൽക്കും. ഹോൾഡ് സിഗ്നൽ അതായത് DMAയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മെമ്മറി ആക്സസിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹോൾഡ് എന്നുള്ള സിഗ്നൽ ലോ ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഹോൾഡ് സിഗ്നൽ ലോ ആകുമ്പോൾ HLDA സിഗ്നലും ലോ ആവും. ദെൻ ഈ കൺട്രോളെല്ലാം തിരിച്ചെങ്ങോട്ടേക്ക് പോകും, ബസസിൻ്റെ കൺട്രോൾ മൈക്രോ പ്രൊസസ്സറിന് തിരിച്ച് പ്രൊവൈഡ് ചെയ്യും.
Okay. The next reset in. Reset in എന്നുള്ള പിൻ യൂസ് ചെയ്യണം. നിങ്ങൾ നേരത്തെ എക്സ്റ്റേണലി ഇനീഷ്യേറ്റഡ് സിഗ്നൽസിന്റെ കേസിൽ റീസെറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റീസെറ്റ് സിഗ്നൽ യൂസ് ചെയ്യുന്നത് മൈക്രോ പ്രോസസ്സറിന്റെ വർക്ക് ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിലെ പ്രോഗ്രാം കൗണ്ടറിന്റെ വാല്യൂ 0th മെമ്മറി അഡ്രസ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ വാല്യൂസ് റീസെറ്റ് ചെയ്യാം. അതായത് പുതിയൊരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലേക്ക് കറന്റ് പ്രോസസ്സിനെ ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സെറ്റ് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, റീസെറ്റ് ഇൻ എന്നുള്ള സിഗ്നൽ യൂസ് ചെയ്യുന്നത്. Reset in this pin is used for hard resting the microprocessor. It works on active low signal. When the signal on this pin is low for at least 3 clocking cycles, it forces the microprocessor to hard reset itself. Resetting the microprocessor means firstly it clears the program counter and instruction register, and then disabling all interrupts except trap, and then disabling the SOD. Then fourthly, all the buses, data, address and control buses are tri-stated, and finally it gives a high output to reset out pin. Well, reset in എന്നുള്ള പിൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ലോ ആക്ടിവേറ്റഡ് പിന്നാണ്. അതിലുള്ള വാല്യൂ ലോ ആകുമ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. റീസെറ്റ് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഗ്രാം കൗണ്ടറിന്റെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ വാല്യൂസ് എല്ലാം റീസെറ്റ് ചെയ്യും. ദെൻ കൺട്രോൾ ബസ്, അഡ്രസ് ബസ് ഇതെല്ലാം ട്രൈ സ്റ്റേറ്റഡ് ആവും. അതായത് എല്ലാം സ്റ്റാർട്ട് ഒന്നുകൂടി ഫസ്റ്റ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് റീസെറ്റ് ചെയ്യും. അപ്പൊ റീസെറ്റ് സിഗ്നല് ബാക്കി പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള റീസെറ്റ് ഔട്ട് എന്നുള്ള സിഗ്നലില്ല എക്സിക്യൂട്ട് ചെയ്യും. റീസെറ്റ് ഔട്ട് സിഗ്നൽ ഹൈ ആയിട്ട് സെറ്റ് ചെയ്യും. The reset out is used to reset the peripheral devices and other ICs present on the circuit. It is an output signal. It works on active high signal. The output on this pin goes high whenever reset in is given low signal. The output remains high as long as reset in is kept low. അതായത് റീസെറ്റ് ഇൻ എന്നുള്ള പിന്നെ ലോ സ്റ്റേറ്റിലാണെങ്കിൽ റീസെറ്റ് ഔട്ട് ഹൈ പൊസിഷനിലായിരിക്കും. അതായത് ഹൈ സിഗ്നലായിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. റീസെറ്റ് ഔട്ട് എന്നുള്ള പിൻ ഹൈ സിഗ്നല് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ മറ്റു കണക്ട് ചെയ്തിരിക്കുന്ന പെരിഫറൽസ്, അതായത് സിസ്റ്റമായിട്ട് മൈക്രോ പ്രോസസ്സറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പെരിഫറൽസിന് എല്ലാം സിഗ്നൽസ് കൊടുക്കും, അതായത് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾറെഡി മൈക്രോ പ്രോസസ്സർ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി എന്ത് ചെയ്യണം, ബാക്കി അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന പെരിഫറൽസിനെ എല്ലാം റീസെറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്. സീരിയൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലായിട്ട് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സീരിയലായിട്ട് ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി പിൻ നമ്പർ 5 and 4 ആണ് യൂസ് ചെയ്യുന്നത്. 5 ഇൻപുട്ടിനും 4 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സിഗ്നലുമാണ്. അപ്പോൾ ഡാറ്റ സീരിയലായിട്ട് ബിറ്റ് ബൈ ബിറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് മൈക്രോ പ്രോസസ്സറിനകത്തേക്കാവാം അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സറിന് പുറത്തേക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ സീരിയലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിൻ നമ്പർ 5 and 4 യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പിൻ നമ്പർ 37. പിൻ നമ്പർ 37 എന്നാൽ ക്ലോക്ക് ഔട്ട് ആണ്. ദ ക്ലോക്ക് ഔട്ട്പുട്ട് ഈസ് യൂസ്ഡ് ആസ് ദ സിസ്റ്റം ക്ലോക്ക് ഫോർ പെരിഫറൽസ് ആൻഡ് ഡിവൈസസ് ഇന്റർഫേസ്ഡ് വിത്ത് ദ മൈക്രോ പ്രോസസ്സർ. ക്ലോക്ക് സിസ്റ്റം ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെരിഫറൽസിന് ആൻഡ് ദ ഡിവൈസസ് ഇന്റർഫേസ്ഡ് വിത്ത് മൈക്രോ പ്രോസസ്സറുമായിട്ടുള്ള മറ്റുള്ള പെരിഫറൽസിന് ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്ന ക്ലോക്ക് ഔട്ട്പുട്ട് എന്നുള്ള പിന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരുവിധം സിഗ്നൽസിനെ എല്ലാം, അതായത് പിൻസ് എല്ലാം പഠിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി ഓർത്ത് വയ്ക്കുക ഇതെല്ലാം. ഒന്നുകിൽ ഇതേ രീതിയിൽ 6 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കാം, അല്ലെങ്കിൽ 9 ഗ്രൂപ്പ്സ് ഉള്ള രീതിയിലേക്ക് പഠിക്കാം. ഇപ്പം 9 ഗ്രൂപ്പ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വരുന്നത് അഡ്രസ്, ഹയർ ഓർഡർ അഡ്രസ് ബസ്, ദെൻ മൾട്ടിപ്ലെക്സ്ഡ് അഡ്രസ് ഓർ ഡാറ്റ ബസ്, സ്റ്റാറ്റസ് സിഗ്നൽ. നേരത്തെ നമ്മളത് കൺട്രോൾ ആൻഡ് സ്റ്റാറ്റസ് സിഗ്നൽ ആയിട്ടാണ് പഠിച്ചത്. അതിന് പകരം സ്റ്റാറ്റസ് സിഗ്നൽസിന് ഒറ്റൊരു ഗ്രൂപ്പായിട്ട് സ്റ്റാറ്റസ് സിഗ്നൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 30, 29 and 33 ആണ് അതിൻ്റെ പിൻ നമ്പേഴ്സ് വരുന്നത്.
Then control signals. Control signal 31, 32, 34 and 35 ആണ് control signal. Then power supply signals, clock signals, reset signals, DMA request signals and interrupt signals, serial input output signals. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിക്കുക. ഓക്കെ.